ഞാൻ ഒരിക്കലും പറഞ്ഞത് തൊപ്പി വലിയ മണ്ടത്തരം കാണിച്ചതാണ്. രണ്ട് ദിവസം ബിഗ് ബോസ് കാണാത്ത തൊപ്പി, അക്ബറിനെ അറിയത്തില്ലെന്ന് തൊപ്പി അക്ബറിന്റെ തന്നെ ഇവന്റിൽ പോയി പറഞ്ഞു. സ്വാഭാവികമായിട്ടും ബിഗ് ബോസിലുള്ള അക്ബറിനെ പോലൊരു മത്സരാർത്ഥിയെ തൊപ്പിക്ക് അറിയത്തില്ല. പക്ഷെ അവസാന സമയത്ത് വന്നിട്ട് അനീഷിന് വോട്ട് പിടിക്കുമ്പോൾ അത് ഒരു ശരിയായ രീതിയല്ല. കാര്യം ബിഗ് ബോസ് നടക്കുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെയാണ്. അപ്പോൾ അതിനെ അട്ടിമറിക്കുന്നത് പോലെ ആയിപ്പോൾ. എന്താ പറയുക, ഇപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ മറ്റൊരാൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെയാണ് ബിഗ് ബോസിലെ വോട്ടിംഗ് സിസ്റ്റത്തെ ബിഗ് ബോസ് കാണാത്ത ഒരു വിഭാഗം ഓഡിയൻസിനെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്നത്. ഇപ്പോൾ പി ആറിനെ പറ്റി നമ്മൾ ഇത്രയും ആക്ഷേപം ഉന്നയിക്കുമ്പോൾ സമാനമായിട്ടുള്ള ഒരു ആക്ടാണ് അനീഷിന് വേണ്ടി വോട്ട് പിടിക്കുന്നത് തൊപ്പിയും ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ബിഗ് ബോസ് കാണുന്നില്ല. ഇപ്പോൾ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഇപ്പോൾ അനുമോളുടെ സുഹൃത്തുക്കളായിട്ട് കുറേ പേര് മീഡിയ ഫീൽഡിൽ ഉണ്ടായിരിക്കാം. ഇവരൊന്നും തിരക്കുകൊണ്ട് ചിലപ്പോൾ ഷോ കാണുന്നുണ്ടാവില്ല. പക്ഷെ നമുക്ക് പ്രിയപ്പെട്ട ഒരു മത്സരാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കാം. അതിൽ തെറ്റില്ലല്ലോ. ഞാൻ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ആർക്കെങ്കിലും അനുകൂലമായിട്ട് വോട്ട് ചോദിക്കണമെങ്കിൽ അതിന് 3 കാരണങ്ങളുണ്ടാവും. അതിൽ ഒന്നാമത്തെ കാരണം നമുക്ക് നേരിട്ട് അറിയാവുന്ന ഒരാളോ സുഹൃത്തോ എന്ന നിലയിൽ നമ്മൾ വോട്ട് ചോദിക്കാം. 2 പറയുന്നത് ഷോ കണ്ട് നമ്മൾ ആ മത്സരാർത്ഥി ഇഷ്ടപ്പെട്ട് വോട്ട് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റ്. ഇതിൽ ഏത് കാരണം കൊണ്ടാണ് തൊപ്പി അനീഷിന് വോട്ട് ചോദിച്ചത് എന്നുള്ളത് പ്രേക്ഷകർ മനസ്സിലാക്കുക. ഇനി ഈ ഒരു കാരണമൊന്നും അല്ലാതെ മറ്റൊരു കാരണമാണെങ്കിൽ എല്ലാവർക്കും പി ആർ ഉണ്ടെന്നും ഒരാളിലേക്ക് മാത്രം പി ആർ ആക്ഷേപം ചുരുക്കരുതെന്നുമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ അവിടെയും അനുമോളെ ന്യായീകരിക്കാൻ വന്നതല്ല. ഒരാളിലേക്ക് മാത്രം ഒരു ആക്ഷേപം ചുരുക്കുകയും വേറെ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഇതെല്ലാവർക്കും ഈ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പിന്നെ എന്തിനാണ് ഒരാളെ മാത്രം ആക്ഷേപിക്കുന്നത്? അയാൾ ഇപ്പം ഫസ്റ്റ് വീക്കിൽ എനിക്ക് തോന്നുന്നു അനുമോൾ വോട്ടിങ്ങിൽ ലീഡിലാണ്. ഈ ഫസ്റ്റ് വീക്കിൽ എവിടെ നിന്നാണ് വോട്ട് വരുന്നത്? അപ്പോൾ ഇന്നലകളിൽ അവരെ ഇഷ്ടപ്പെട്ടുന്ന ആൾക്കാരാണല്ലോ. രേണു സുധിക്ക് 22% വോട്ടുണ്ടായിരുന്നു ആദ്യത്തെ വീക്കിൽ. രേണു സുധി ബിഗ് ബോസിൽ എന്തെങ്കിലും ചെയ്തിട്ടാണോ ഇത്രയും വോട്ട് വന്നത്? അല്ല. പക്ഷേ അതേസമയം ഗ്രാജുവലി അത് കുറഞ്ഞു. രേണുസുതി എവിക്റ്റ് ആവുന്ന വീക്കിൽ 4.2% വോട്ടായി. അപ്പോൾ 22% വോട്ടിൽ നിന്ന് 4.2% താഴ്ന്നപ്പോൾ അനുമോൾ 28%, 29% വോട്ട് എന്നുള്ളത് നിലനിർത്തി, അത് മെയിൻറ്റെയിൻ ചെയ്തു. അത് കാര്യം അനുമോൾ അവിടെ കൊടുത്ത കണ്ടന്റാണ്. അത് ഏറ്റവും അവസാനം എത്തിയപ്പോഴത്തേക്ക് അനീഷും അനുമോളും തമ്മിലുള്ളൊരു ഫൈറ്റായിട്ട് ഫിനാലെ മാറുമ്പോൾ അവിടെ അനുമോളെ രക്ഷിച്ചത് ഈ റീ എൻട്രി ചെയ്ത വിഡ്ഢികളാണ്. എല്ലാവരും അല്ല. അതിലിപ്പം ലക്ഷ്മി ആയാലും മസ്താനി ആയാലും ഇവരൊക്കെ വളരെ അജീഷിന് ഇങ്ങനെയൊക്കെ വളരെ കുറച്ച് പേർ അവരുടെ ഇവൻ അപ്പാനി ഉൾപ്പെടെ ഒന്നുള്ളവർക്ക് പറ്റുന്ന മിസ്റ്റേക്ക്, ആവശ്യമില്ലാത്തൊരു ആരോപണം വീണ്ടും ജനത്തിൻ്റെ മുന്നിലേക്ക് എടുത്തിട്ട് കൊടുക്കുകയാണ്. ശരിക്കും റീ എൻട്രിയിൽ മത്സരാർത്ഥികൾ വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കോളേജിൽ ക്യാമ്പസിൽ റീയൂണിയൻ വരുന്ന പോലെയൊക്കെയാണ്. പിന്നെ അവിടെ നിന്ന് നമ്മുടെ ഫെയർവെല്ലിൻ്റെ പരിപാടികളാണ് നമുക്ക് കിട്ടുന്നത്. ശരിക്കും രണ്ടാമത്തെ വരവിൽ മത്സരാർത്ഥികളാവേണ്ടതുണ്ടോ ശരിക്കും ആളുകൾ? അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം ഗസ്റ്റായിട്ട് പോകുന്നവർ പോലും അവിടെ ഗെയിം കളിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് 50 ലക്ഷം കിട്ടുന്നില്ല. നമ്മൾക്ക് 2 ദിവസം ശമ്പളം മേടിച്ചിട്ടായിരിക്കും നമ്മൾ ചിലപ്പം ഗസ്റ്റായിട്ട് പോകുന്നത്. ഇപ്പം വെളി കാണുന്ന ആൾക്കാർ വിചാരിക്കാം ഈ ഗസ്റ്റ് കയറി അങ്ങനെ ചെയ്താലെന്താ ഇങ്ങനെ ചെയ്താലെന്താണ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കാര്യം നമ്മൾ അവിടെ കളിക്കുന്നവരല്ല, കളി കാണാൻ പോകുന്നവരാണ്. പിന്നെ ജനത്തിന് വേണ്ടിയിട്ട് ആ ഗെയിമിൽ എന്തെങ്കിലും ഒരു ചേഞ്ചൊക്കെ വരുത്താൻ വേണ്ടിയിട്ടുള്ള ആക്ട് ചെയ്യുക. അതേ കണക്ക് ഇവർക്ക് ചെയ്യാം. നിശബ്ദമായ രീതിയിൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിടുന്നതിന് പകരം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കയറുമ്പോൾ ഇനി ഒരു 50 ദിവസം കൂടെ ബിഗ് ബോസിൽ നിന്ന് ഗെയിം കളിച്ചിറങ്ങി വരുന്ന ഒരു മനോഭാവത്തിൽ നിന്ന് ഡയറക്റ്റ് ഫിനാലെ ടോപ്പ് 5 കയറാൻ പറ്റും.